ഹായ് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ജ്യോതിഷത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. പക്ഷേ നമ്മൾ സാധാരണ കേൾക്കുന്ന പോലത്തെ പ്രവചനങ്ങളല്ല. അതിനപ്പുറം ജ്യോതിഷത്തെ എങ്ങനെ കാണാമെന്നതിനെക്കുറിച്ചാണ് നമ്മളിന്ന് മനസ്സിലാക്കാൻ പോകുന്നത്. ഇത് നിങ്ങളുടെ ഭാവിയെക്കുറിച്ചല്ല, മറിച്ച് നിങ്ങളുടെ ബോധത്തിന്റെ ഒരു യാത്രയെക്കുറിച്ചാണ്. അപ്പൊ നമുക്ക് നേരെ വിഷയത്തിലേക്ക് വരാം. എല്ലാവരും ചോദിക്കുന്ന അല്ലെങ്കിൽ മനസ്സിൽ ചിന്തിക്കുന്ന ഒരു കാര്യമാണിത്. നമ്മുടെ ജീവിതം, നമ്മുടെ ഭാവി ഒക്കെ നേരത്തെ എഴുതിവെച്ച ഒന്നാണോ? ഈ ഒരു ചോദ്യം ഒരുപക്ഷെ നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുണ്ടാകും, അല്ലേ? പക്ഷേ അതിന്റെ ഉത്തരം നമ്മൾ വിചാരിക്കുന്നത്ര സിമ്പിൾ അല്ല. തുടക്കത്തിൽ തന്നെ ഒരു കാര്യം പറയട്ടെ, ഗ്രഹങ്ങൾ ഒരിക്കലും നമുക്ക് മാറ്റാൻ പറ്റാത്ത ഒരു വിധിയെക്കുറിച്ചല്ല പറയുന്നത്. പകരം നമ്മുടെ വളർച്ചയുടെ ഏത് ഘട്ടത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്, നമ്മുടെ ജീവിതത്തിന്റെ യഥാർത്ഥ ഉദ്ദേശം എന്താണ്, ഇനി മുന്നോട്ടു പോകാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള സൂചനകളാണ് അവ നൽകുന്നത്. അപ്പോൾ ഇതിലെ പ്രധാന ആശയം ഇതാണ്: ആത്മീയ ജ്യോതിഷം എന്ന് പറയുന്നത് ഭാവി പ്രവചിക്കാനുള്ളൊരു ടൂളല്ല. അത് നമ്മളെ തന്നെ മനസ്സിലാക്കാനും നമ്മുടെ കുറവുകൾ നികത്തി മുന്നോട്ടു പോകാനുമുള്ള ഒരു വഴികാട്ടിയാണ്. അതായത് നമ്മൾ ഗ്രഹങ്ങളെ മാറ്റാനല്ല ശ്രമിക്കേണ്ടത്, അവ തരുന്ന സൂചനകൾ വെച്ച് നമ്മൾ സ്വയം മാറാനാണ് ശ്രമിക്കേണ്ടത്. നോക്കൂ, ജ്യോതിഷത്തെ നമുക്ക് രണ്ട് രീതിയിൽ കാണാം. ഒന്ന്, നമ്മൾ എപ്പോഴും കേൾക്കുന്ന പോലത്തെ ഭാഗ്യം പറച്ചിൽ. അതായത് എല്ലാം നേരത്തെ എഴുതി വച്ചിരിക്കുന്നു, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു ചിന്ത. പക്ഷേ വേറൊരു വഴിയുണ്ട്. ജ്യോതിഷത്തെ ഒരു ആത്മീയ ഉപകരണമായി കാണുന്ന രീതി. അത് നമ്മുടെ ഉള്ളിലുള്ള കഴിവുകളെക്കുറിച്ചും നമുക്ക് തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യത്തെക്കുറിച്ചൊക്കെയാണ് സംസാരിക്കുന്നത്. നമ്മളിന്ന് ആ രണ്ടാമത്തെ വഴിയെക്കുറിച്ചാണ് കൂടുതൽ മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഈ ബോധത്തിന്റെ യാത്ര തുടങ്ങുന്നത് തന്നെ ഒരു തടവുകാരന്റെ അവസ്ഥയിൽ നിന്നാണ് എന്ന് പറയാം. ഈ ഘട്ടത്തിൽ നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്നത് പുറത്തുനിന്നുള്ള എന്തൊക്കെയോ ശക്തികളാണെന്ന് നമുക്ക് തോന്നും. ഗ്രഹങ്ങള് നമ്മളെ ഭരിക്കുന്ന ജയിൽ വാർഡന്മാരെ പോലെയാണപ്പോൾ അനുഭവപ്പെടുക. ഈയൊരവസ്ഥയെ വ്യക്തിഗത തലം എന്ന് വിളിക്കാം. അതായത് നമ്മുടെ ഇഷ്ടങ്ങൾ, ഇഷ്ടക്കേടുകൾ, ചില ശീലങ്ങൾ, ദേഷ്യം, സങ്കടം, ഇതൊക്കെ നമ്മളെ ഭരിക്കുന്നൊരവസ്ഥ. നമ്മൾ നമ്മുടെ തന്നെ ശരീരത്തിന്റെ അല്ലെങ്കിൽ മനസ്സിന്റെ ഒരു തടവറയിലാണെന്ന് തോന്നിപ്പോകും. നമ്മളിൽ പലർക്കും ഈ അനുഭവം എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടാവും, അല്ലേ? അപ്പോ ഇതാണ് ആ യാത്രയുടെ ഒരു ബ്ലൂ പ്രിന്റ്. നമ്മളൊരു തടവുകാരന്റെ അവസ്ഥയെന്ന് തുടങ്ങുന്നു. അവിടെ ഗ്രഹങ്ങൾ വാർഡന്മാരെ പോലെയാണ്. പിന്നെ ജീവിതത്തെക്കുറിച്ച് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയായി മാറുന്നു. അപ്പോൾ ഗ്രഹങ്ങൾ നമ്മുടെ പരിശീലകരാകും. ഒടുവിൽ ഗ്രഹങ്ങളെ നമ്മുടെ സഹായികളായി കണ്ട് സ്വന്തം ജീവിതം രൂപപ്പെടുത്തുന്ന ഒരു സഹയാത്രികരായി നമ്മൾ മാറുന്നു. ഇതാണ് ആ പരിണാമം. ശരി, ഇനി അടുത്ത ഘട്ടത്തിലേക്ക് വരാം. ഇവിടെയാണ് കാര്യങ്ങൾ മാറാൻ തുടങ്ങുന്നത്. തെരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം എന്ന ആശയം ഇവിടെയാണ് വരുന്നത്. ഈ ഘട്ടത്തിൽ ഗ്രഹങ്ങൾ നമ്മളെ ശിക്ഷിക്കുന്നവരല്ല, പകരം ജീവിതത്തിൽ ശരിയായ തെരഞ്ഞെടുപ്പുകൾ നടത്താൻ നമ്മളെ പഠിപ്പിക്കുന്ന ഇൻസ്ട്രക്ടർമാരായി മാറുകയാണ്. ഈ ആശയം എളുപ്പത്തിൽ മനസ്സിലാക്കാൻ നമുക്കൊരു കപ്പലിന്റെ ഉദാഹരണമെടുക്കാം. വിധി എന്ന് പറയുന്നത് ആ കപ്പൽ പോകുന്ന ദിശയാണ്. അത് നേരത്തെ തീരുമാനിക്കപ്പെട്ടതാണ്. ആ ദിശ മാറ്റാൻ ആ കപ്പലിലെ ഒരു സാധാരണ യാത്രക്കാരനായ നിങ്ങൾക്ക് കഴിയില്ല. എന്നാൽ എന്താണ് ഇച്ഛാശക്തി? കപ്പൽ അതിന്റെ വഴിക്ക് പോയിക്കോട്ടെ, പക്ഷേ ആ കപ്പലിന്റെ ഡെക്കിൽ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. നിങ്ങൾക്ക് പുറത്തുനിന്ന് കാറ്റുകൊള്ളാം, സുഹൃത്തുക്കളോട് സംസാരിക്കാം, അല്ലെങ്കിൽ റൂമിൽ പോയി ഉറങ്ങാം. അത് പൂർണ്ണമായും നിങ്ങളുടെ സ്വാതന്ത്ര്യമാണ്, നിങ്ങളുടെ തെരഞ്ഞെടുപ്പാണ്. അപ്പോൾ ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാന കാര്യം. നമ്മുടെ ജീവിതത്തിലെ സാഹചര്യങ്ങൾ, അതായത് ആ കപ്പലിന്റെ യാത്ര, ഒരുപക്ഷെ നമ്മുടെ കയ്യിലായിരിക്കില്ല. പക്ഷേ ആ സാഹചര്യങ്ങളോട് എങ്ങനെ പ്രതികരിക്കണം, ആ യാത്ര എങ്ങനെ അനുഭവിക്കണമെന്നുള്ളത് 100% നമ്മുടെ തീരുമാനമാണ്. അതാണ് ഇച്ഛാശക്തി. ഇനി നമ്മൾ എത്തുന്നത് ബോധത്തിന്റെ ഏറ്റവും ഉയർന്ന തലത്തിലേക്കാണ്. ഇവിടെ നമ്മൾ ഗ്രഹങ്ങളുടെ സ്വാധീനത്തോട് മല്ലിട്ട് നിൽക്കുകയല്ല ചെയ്യുന്നത്, പകരം ആ ഊർജ്ജത്തെ എങ്ങനെ നമ്മുടെ നന്മയ്ക്കായി ഉപയോഗിക്കാം എന്ന് പഠിക്കുന്നു. ഈ ഘട്ടത്തിൽ ഗ്രഹങ്ങൾ നമ്മുടെ ലക്ഷ്യങ്ങൾ നേടാനുള്ള സഹായികളും നമ്മുടെ കൂടെയുള്ള സഹയാത്രികരുമായി മാറുന്നു. ഒരു നിമിഷം ചിന്തിച്ചു നോക്കൂ. ചരിത്രത്തിൽ നമ്മൾ ആരാധിക്കുന്ന വലിയ വലിയ നേതാക്കൾ, ശാസ്ത്രജ്ഞന്മാർ, സാമൂഹ്യപ്രവർത്തകർ, ഇവരുടെയൊക്കെ ജാതകത്തിൽ എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? എന്തായിരിക്കും ആ രഹസ്യം? ഉത്തരം കേട്ടാൽ ഒരുപക്ഷേ നിങ്ങൾ ഞെട്ടിപ്പോകും. അവരുടെയെല്ലാം ജാതകങ്ങൾ നമ്മൾ സാധാരണ ഭാഷയിൽ പറയുന്ന ദോഷങ്ങളും കൊണ്ടും പ്രശ്നങ്ങളും കൊണ്ടും നിറഞ്ഞതായിരുന്നു. അതായത് ഒരുപാട് വെല്ലുവിളികൾ നിറഞ്ഞ ഗ്രഹനിലകളായിരുന്നു അവരുടേത്. അപ്പോ എന്തുകൊണ്ടാണ് ഈ ദോഷങ്ങൾ ഇത്രയും പ്രധാനപ്പെട്ടതാകുന്നത്? കാരണം അവ നമ്മളെ നമ്മുടെ കംഫർട്ട് സോണിന് പുറത്തുവരാൻ നിർബന്ധിക്കും.
സാധാരണ ചിന്തകളുടെയും ശീലങ്ങളുടെയും ഒരു ചട്ടക്കൂട് പൊഴിച്ച് പുറത്തു വരാൻ ഈ വെല്ലുവിളികൾ നമ്മളെ സഹായിക്കും. യഥാർത്ഥത്തിൽ വളർച്ചയ്ക്കും മഹത്വത്തിനും കാരണം ഈ വെല്ലുവിളികളാണ്. അവ തടസ്സങ്ങളല്ല, അവസരങ്ങളാണ്. നമ്മൾ ഇതുവരെ പറഞ്ഞതെല്ലാം ഒരുമിച്ച് ചേർക്കുന്ന ഒരു അടിപൊളി ഉപമയുണ്ട്. ജ്യോതിഷം എന്നത് ഒരു ഇരുണ്ട മുറിയിൽ കത്തിച്ചുവെച്ച വിളക്ക് പോലെയാണെന്ന് സങ്കൽപ്പിക്കുക. ഒന്നാലോചിച്ചു നോക്കൂ. നിങ്ങൾ കൂരിരുട്ടുള്ള ഒരു മുറിയിൽ നിൽക്കുകയാണ്. ഒന്നും കാണാൻ പറ്റുന്നില്ല. എവിടെയാണ് കസേര, എവിടെയാണ് മേശ, എവിടെയാണ് വാതിൽ എന്നൊന്നൊരു പിടിയുമില്ല. അങ്ങനെയുള്ള ആ മുറിയിൽ നമ്മളൊരു വിളക്ക് കത്തിക്കുന്നു. ആ പ്രവൃത്തിക്ക് തുല്യമാണ് ജ്യോതിഷം നമുക്ക് നൽകുന്ന അറിവ്. അത് ചുറ്റും പ്രകാശം നൽകുന്നു. പക്ഷേ ഇവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ വിളക്ക് കത്തിച്ചതുകൊണ്ട് ആ മുറിയിലുള്ള സാധനങ്ങൾ ഒന്നും മാറുന്നില്ല. കസേര അവിടെ തന്നെയുണ്ട്, മേശയും അവിടെ തന്നെയുണ്ട്. പുതിയതായി ഒന്നും വരുന്നില്ല, ഉള്ളതൊന്നും പോയിട്ടുമില്ല. ആ വിളക്ക് ചെയ്യുന്നത് ഒരേയൊരു കാര്യമാണ്. മുറിയിലുള്ളതിനെയെല്ലാം വ്യക്തമായി കാണാൻ നിങ്ങളെ സഹായിക്കുന്നു. അതുവഴി എവിടെ തട്ടും എവിടെ മുട്ടും എന്ന പേടിയില്ലാതെ നിങ്ങൾക്ക് ആ മുറിയിലൂടെ ധൈര്യമായി നടന്നുപോകാം. ഇതാണ് ജ്യോതിഷത്തിന്റെ യഥാർത്ഥ ഉദ്ദേശം. ജീവിതത്തെ ജ്ഞാനത്തോടെ നേരിടാൻ വേണ്ട ഒരു വെളിച്ചം തരിക. അപ്പോ ഞാൻ ഈ ചോദ്യം നിങ്ങൾക്ക് വിട്ടുതരികയാണ്. നിങ്ങളുടെ ജീവിതമാണ് ആ ഇരുണ്ട മുറിയെങ്കിൽ ഈ ജ്ഞാനമാകുന്ന വിളക്ക് കത്തിക്കുമ്പോൾ നിങ്ങൾക്കെന്ത് വ്യക്തതയായിരിക്കും ലഭിക്കാൻ പോകുന്നത്? ആ തിരിച്ചറിവായിരിക്കും ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിലെ അടുത്ത വലിയ ചുവടുവെപ്പ്.